ശക്തമായ മഴയിൽ വെങ്കിടങ്ങിൽ 10ഓളം കടകളിൽ വെള്ളം കയറി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് പരിക്ക്. ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനകൾ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർത്തു. അയ്യർപ്പാടി എസ്റ്റേറ്റിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. 18 വേദികളിലായാണ് മത്സരങ്ങൾ. കലോത്സവം TCVയിൽ തത്സമയം. വരന്തരപ്പള്ളി പൗണ്ടിൽ ബേക്കറി അടിച്ചു തകർത്ത മധ്യവയസ്കരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിങ്ങപ്പാടം സ്വദേശി ജോയിയാണ് അറസ്റ്റിലായത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ ഒരു വിഭാഗം താൽക്കാലിക അധ്യാപകർ പണിമുടക്കി. പിരിച്ചുവിടൽ റദ്ദാക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതിനാലായിരുന്നു പണിമുടക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ചൊവ്വാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രൂക്ഷമായ കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഉള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. അംഗനവാടികൾ, സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. റവന്യൂ ജില്ലാ കലോത്സവത്തിന് അവധി ബാധകമല്ല. കനത്ത മഴയെ തുടർന്ന് വെങ്കിടങ്ങ് സെന്ററിലെ 10ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. വെള്ളക്കെട്ടിൽ അകപ്പെട്ട പല ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വെങ്കിടങ്ങ് സെന്ററിൽ കഴിഞ്ഞ വർഷം കൽവർട്ട് നിർമ്മാണവും കാന നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു എങ്കിലും അശാസ്ത്രീയമായ കൽവർട്ട് നിർമ്മാണം മൂലമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യാപാരികൾ ആരോപിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് കൽവർട്ട് നിർമ്മിച്ചെങ്കിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാളയിൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് വീടുകളിലേക്ക് വെള്ളം കയറി. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കാരക്കാട്ട് മഠം ഉണ്ണികൃഷ്ണൻ, വാഴയ്ക്കാമഠം ഖലീൽ, പെരുമ്പിള്ളി വിലാസിനി, തോപ്പുവളപ്പിൽ ഉണ്ണികൃഷ്ണൻ, പുതിയടത്ത് ബാബു, പാറയത്ത് ചന്ദ്രവല്ലി, പരുത്തിലാൻ തങ്ക എന്നിവരുടെ വീടുകൾക്ക് ചുറ്റുമാണ് വെള്ളം കയറിയത്. ചെങ്ങമതത്തോട് കയ്യേറി ഗതിമാറ്റിവിട്ടതാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതെന്ന് പരാതിയുണ്ടെന്ന് മുൻ പഞ്ചായത്ത് അംഗം PC ബാബു പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ നസറുദ്ദീനാണ് പരിക്കേറ്റത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലൂടെ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പാലമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. നഗരസഭാ ജീവനക്കാർ സ്ഥലത്തെത്തി മരക്കൊമ്പ് മുറിച്ചുമാറ്റി. മേഖലയിൽ ഏറെ നേരം ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മരക്കൊമ്പ് അപകട ഭീഷണിയാണെന്ന് വാർഡ് കൗൺസിലർ ബിനു പ്രസാദും നാട്ടുകാരും നഗരസഭയെയും മറ്റു ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു എങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരിമ്പൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വഴിയാത്രക്കാരിലേക്കും സമീപ സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തുന്നതും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. മാളയിൽ കനത്ത മഴയിൽ കുഴൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതുശ്ശേരി സുനിലിന്റെ പുരയിടത്തിലെ കിണറാണ് ആൾമറയടക്കം ഇടിഞ്ഞത്. വീട്ടിലേക്കുള്ള വഴിയോട് ചേർന്നാണ് കിണർ ഇടിഞ്ഞിട്ടുള്ളത്. ഏനാമാവ് റെഗുലേറ്ററിന്റെ മുൻവശത്തായി നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന താൽക്കാലിക വളയം ബണ്ടിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് ഫേസ് കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഏനാമാവ് റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്നിരുന്നു. ഇതോടെ പുഴയിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായി. താൽക്കാലിക വളയം ബണ്ടിന്റെ മധ്യഭാഗം തള്ളിപ്പോവുകയായിരുന്നു. വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. പുഴയിൽ മുളങ്കുറ്റികൾ അടിച്ചിരുന്നു എങ്കിലും ഇരുവശങ്ങളിൽ മാത്രമേ പനമ്പായകൾ വച്ച് മണ്ണിട്ട് ഉറപ്പിച്ചിരുന്നുള്ളൂ. മണ്ണിടാത്ത മധ്യഭാഗമാണ് ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയത്. റെഗുലേറ്ററിന് സമീപത്തുള്ള തെക്കേ കോഞ്ചിറ, വടക്കേ കോഞ്ചിറ, പടിഞ്ഞാറെ കരിമ്പാടം തുടങ്ങിയ പാടശേഖരങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് കനാൽ ബണ്ടുകൾ കവിഞ്ഞ് വെള്ളം പാടത്തേക്ക് ഒഴുകുകയാണ്. കനാൽ ബണ്ടിൽ കഴ വീഴുമോ എന്ന ഭീതിയിലാണ് കർഷകർ.
കനത്ത മഴയിൽ ഇറിഗേഷൻ മെയിൻ ചാൽ നിറഞ്ഞു കവിഞ്ഞ് മനക്കൊടി പുള്ള റോഡിലൂടെ മനക്കൊടി വാരിയം പടവിലേക്ക് വെള്ളമൊഴുകുന്നു. കൃഷിനാശ ഭീഷണിയിൽ റോഡ് ഉപരോധിക്കാനൊരുങ്ങുകയാണ് കർഷകർ. മനക്കൊടി വാരിയം പടവിലെ കർഷകരാണ് കൃഷി മുങ്ങി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച രാവിലെ കർഷകരും പടവ് കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് മനക്കൊടി പുള്ള് റോഡ് ഉപരോധിക്കും. സമീപ പടവുകളിൽ കൃഷിയിറക്കാനായി വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയതിനെ തുടർന്ന് മെയിൻചാൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മഴ കനത്തത്. മഴയിൽ മെയിൻചാലിൽ നിന്ന് വെള്ളം റോഡിന് മുകളിലൂടെ കവിഞ്ഞ് വാരിയം പടവിൽ നിറയുകയാണ്. വാരിയം പടവിലെ 118 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ ഇടയാകുന്നത്. കഴിഞ്ഞ 14 വർഷമായി നിരന്തരം PWDയും മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പലപ്പോഴും അപേക്ഷിച്ച് നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മാനുഷിക പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് ഈ റോഡൊന്ന് ഉയർത്തി കിട്ടി. ഞങ്ങളുടെ കൃഷി ഇതിപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ പാടശേഖരം നട്ട് നല്ല രീതിയിൽ വളക്കിയിട്ട് 1-ാം വളക്കും ചേർത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർഷകർക്കും മാനസികമായിട്ട് വളരെയധികം വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർഷകർ ഇതിൻ്റെ ഓഫീസുകളിൽ വന്ന് ഒരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പടവിൽ ഞാറ് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ. മെയിൻചാലിൻ്റെയും വാരിയം പടവിൻ്റെയും ഇടയിലുള്ള മനക്കൊടി പുള്ള് റോഡ് താഴ്ന്നു കിടക്കുന്നതിനാലാണ് ചാലിലെ വെള്ളം റോഡ് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്നത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് 14 വർഷത്തോളമായി ഈ ദുരിതം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയാണ്. 1/2 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഈ ഭാഗത്ത് റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിച്ചാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ വർഷവും വെള്ളത്തിൽ മുങ്ങി കൃഷി നശിക്കുന്ന സ്ഥിതി ആവർത്തിക്കുകയുമാണ്. ഈ മനക്കൊടി പുള്ള് റോഡ് അശാസ്ത്രീയമായ പഠനം കൊണ്ടാണ് ഇപ്പോൾ ഈ മെയിൻ കനാലിനേക്കാളും വളരെ താന്നാണ് ഈ റോഡ് വരുന്നത്. അപ്പോൾ അവിചാരിതമായിട്ടുള്ള എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ വാരിയം പടവിൽ ഏക്കർ കണക്കിന് കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൃഷിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അശാസ്ത്രീയമായ ആ രീതി മാറ്റി റോഡ് പെട്ടെന്ന് പണി തുടങ്ങാനുള്ളൊരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. റോഡ് ഉപരോധ സമരത്തിന് ഫലമുണ്ടായില്ലെങ്കിൽ PWD ഇറിഗേഷൻ ഓഫീസുകൾ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. TCB ന്യൂസ്, തൃശ്ശൂർ. ശക്തമായ മഴയിൽ മുല്ലശ്ശേരി KLDC കനാലിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടിയഞ്ചിറ റെഗുലേറ്ററിന് മുന്നിലെ നിർമ്മാണം പൂർത്തിയാക്കിയ താൽക്കാലിക വളയംബണ്ടിന്റെ ഒരു ഭാഗം പൊളിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വളയംബണ്ടിൽ സ്ഥാപിച്ചിരുന്ന സ്ലൂയിസുകൾ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും ഊരി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഇടിയഞ്ചിറയിലെ കിഴക്കുഭാഗത്തെ താൽക്കാലിക വളയംബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തും താൽക്കാലിക വളയംബണ്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വളയംബണ്ടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ റെഗുലേറ്റർ ഷട്ടറുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനകൾ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർത്തു. വാൽപ്പാറ അയ്യർപ്പാടിയിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അയ്യർപ്പാടി എസ്റ്റേറ്റിൽ നിന്നാണ് 2 കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്. 2 കെട്ടിടങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തകർത്തു. സമീപത്ത് CSI പള്ളിപ്പറമ്പിൽ എത്തിയ ആനകൾ അവിടെ ചെറിയ തോതിൽ കാർഷിക വിളകളും നശിപ്പിച്ചു. പള്ളിക്കെട്ടിടത്തിനും ഭാഗികമായി നാശനഷ്ടങ്ങളുണ്ടാക്കി. വിവരമറിഞ്ഞ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചും പാട്ടകൾ കൊട്ടിയും ആനകളെ തുരത്തുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് ബദൽ സംവിധാനം ഒരുക്കി. വാൽപ്പാറയിൽ 1 മാസമായി കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. മഴക്കാലം കഴിഞ്ഞതോടെ കേരളത്തിലെ മലക്കപ്പാറ, ഷോളയാർ എന്നീ മേഖലകളിൽ നിന്നുള്ള ആനകളെല്ലാം വാൽപ്പാറയിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കൗമാര കലോത്സവത്തിന് ചൊവ്വാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. 10,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ടൗൺഹാൾ പ്രധാന വേദിയായി നഗരത്തിലെ മുഴുവൻ സ്കൂളുകളും ഉൾപ്പെടുത്തി 17 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ആദിവാസി നൃത്തങ്ങൾ കൂടി ഉൾപ്പെടുത്തി 5 പുതിയ ഇനങ്ങൾ കൂടി ഇത്തവണ മത്സരത്തിൽ ഉണ്ടാകും. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 കുന്നംകുളത്ത് എത്തും. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം കുന്നംകുളം ബോയ്സ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കെടുക്കും. പ്രധാന വേദികളിലെ പന്തൽ ഒരുക്കങ്ങൾ പൂർത്തിയായി.
AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ റൂം സജ്ജമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് മീഡിയ റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ മീഡിയ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലറും മീഡിയ കമ്മിറ്റി ചെയർമാനുമായ ഷാജി ആലിക്കൽ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർമാരായ മിനി മോൻസി, ബിജു സി ബേബി, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിത കുമാരി, മീഡിയ കമ്മിറ്റി കൺവീനർ PT കിറ്റോ, വൈസ് ചെയർമാൻ നീൽ ടോം, ജോയിന്റ് കൺവീനർ ജീസൻ കാക്കശ്ശേരി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റസിയ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയപ്രകാശ് ഇലവന്ത്രയ്ക്ക് നൽകി തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിത കുമാരി നിർവഹിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫോട്ടോഗ്രാഫി മത്സരവും മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സര ഇനങ്ങളിൽ വിജയികളായ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിനും മീഡിയകളുടെ പ്രവർത്തനങ്ങൾക്കുമായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മീഡിയ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ പാചകപ്പുര തയ്യാറായി. കുന്നംകുളം ചിറളയം YMCA ഹാളിലാണ് പാചകപ്പുരയും ഭക്ഷണ വിതരണവും ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസവും 5000-ഓളം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കുന്നത്. ഇരിഞ്ഞാലക്കുട സ്വദേശിയായ മധു നന്ദിപുലത്തിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. AC മൊയ്തീൻ MLA കലോത്സവ ഊട്ടുപുരയിലെ പാലുകാച്ചൽ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷബീർ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അജിത കുമാരി തുടങ്ങിയവർ സന്നിഹിതരായി. നഗരസഭാ കൌൺസിലർ ബിജു സി ബേബി ചെയർമാനും സുഹൈർ KS കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിക്കാണ് ഭക്ഷണത്തിന്റെ ചുമതല. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. സമഗ്ര കവറേജിനായി കലോത്സവ നഗരിയിൽ TCVയുടെ പ്രത്യേക സ്റ്റുഡിയോയും ഒരുങ്ങിക്കഴിഞ്ഞു. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്ത മധ്യവയസ്കനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ ജോയിയെ ആണ് അറസ്റ്റ് ചെയ്തത്. പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് കടയിലാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു. ഈ നോട്ട് എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ അല്പസമയം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ മടങ്ങുകയായിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം മദ്യലഹരിയിൽ എത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപകർ സമരത്തിൽ. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ മന്ത്രി സജി ചെറിയാനും MP K. രാധാകൃഷ്ണനും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഉത്തരവ് പിൻവലിക്കാൻ ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു വിഭാഗം ജീവനക്കാർ കലാമണ്ഡലത്തിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. 60ഓളം അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചു. തിരിച്ചെടുക്കുന്നതിന് സർക്കുലർ ഇറക്കിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തില്ലെന്നും ആരോപിച്ചാണ് ഒരു വിഭാഗം അധ്യാപകർ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. 3 ദിവസത്തെ സമരം പ്രഖ്യാപിച്ചാണ് ഇവർ മാറി നിൽക്കുന്നത്. കലാമണ്ഡലം വിവേക്, കലാമണ്ഡലം പൂജ, കലാമണ്ഡലം സന്തോഷ്, ബിന്ദു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കുടിവെള്ളത്തിന്റെ നിരക്ക് അടയ്ക്കാത്തതിനാൽ മാള പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം ജല അതോറിറ്റി വീണ്ടും നിർത്തിവെച്ചു. 3 ആഴ്ചയ്ക്കിടയിൽ ഇത് 2ാം തവണയാണ് കുടിവെള്ള വിതരണം നിർത്തുന്നത്. ഒക്ടോബർ മാസത്തെ ബില്ല് തുകയായ 17,55,920 രൂപയുടെ പകുതി അടയ്ക്കാം എന്ന ഉറപ്പ് പാലിക്കാത്തതിനാലാണ് കുടിവെള്ള വിതരണം നിർത്തിയിട്ടുള്ളത്. നവംബർ മാസത്തിൽ ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഇടപെട്ടാണ് പകുതി നിരക്ക് പോലും അടയ്ക്കാതെ വെള്ളം തുറന്നുകൊടുത്തത്. ആകെയുള്ള ബില്ലിന്റെ പകുതി നിരക്ക് അടയ്ക്കാമെന്ന് പഞ്ചായത്തുകളാണ് ധാരണയുണ്ടാക്കിയത്. വിതരണത്തിലെ നഷ്ടം കണക്കാക്കിയാണ് ഈ കുറവ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ മാള പഞ്ചായത്ത് ഏപ്രിൽ മാസം മുതൽ പകുതി തുക അടച്ചിട്ടില്ല. ഓരോ തവണ കുടിവെള്ള വിതരണം തടയുമ്പോഴും ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഇടപെട്ടാണ് പുനഃസ്ഥാപിക്കാറുള്ളത്. ചൊവ്വാഴ്ചയോടെ മാള പഞ്ചായത്തിൽ ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കാതാകും.
9 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ 51കാരന് 26 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചെങ്ങാലൂർ സ്വദേശി മുക്കുപറമ്പിൽ വീട്ടിൽ ഹരിദാസിനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവീജ സേതുമോഹൻ ശിക്ഷിച്ചത്. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണം. 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. ചന്ദ്രാപിന്നിയിൽ വീണ്ടും കടന്നൽ ആക്രമണം. ജോലിക്കിടെ KSEB ലൈൻമാൻമാർക്ക് കടന്നൽ കുത്തേറ്റു. കാട്ടൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാരായ സുധി, സജിമോൻ, ഡ്രൈവർ പൃഥ്വിരാജ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇവരെ കരാഞ്ചിറ ബിഷപ്പ് ആലപ്പാട്ട് മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിന്നി മധുരംപുള്ളി ഭാഗത്ത് വെച്ചാണ് ജോലിക്കിടെ ഇവർക്ക് കടന്നൽ കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീ മരിച്ചിരുന്നു. ഗുരുവായൂരിൽ കുറുവ സംഘം മോഡൽ മോഷണശ്രമം. എടപ്പുള്ളി റോഡിൽ പൊന്നരാശ്ശേരി സജിത്തിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന് പുറത്ത് അലങ്കാര മത്സ്യം വളർത്തുന്ന ടാങ്കിന് മുകളിലെ ഇരുമ്പ് ഷീറ്റിന്റെ ശബ്ദം കേട്ട് സജിത്ത് ലൈറ്റിട്ട് ജനലിലൂടെ നോക്കിയപ്പോൾ പുറത്തെ ടാപ്പ് തുറന്ന് വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ബന്ധുവിനെ ഫോണിൽ വിവരമറിയിച്ചു. വീടിന് പുറത്തുനിന്ന് ശബ്ദം കേട്ടിരുന്നതായി അയൽവാസി കോലാമ്പുറത്ത് പ്രകാശന്റെ വീട്ടുകാരും പറഞ്ഞു. അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമാണ് ഇത്. ഉടൻ തന്നെ സമീപത്തെ വീട്ടുകാരെല്ലാം ലൈറ്റിട്ട് പുറത്തിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി പൈപ്പെല്ലാം തുറന്നിട്ടിട്ട് അത് നമ്മുടെ അടുത്തുള്ള അണീൻ്റെ മോൻ്റെ വീടാണ്. അവിടെ പൈപ്പൊക്കെ തുറന്നു. അവരൊക്കെ നെറ്റി പിടിച്ച് എനിക്ക് വന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അവിടെ എല്ലാം നോക്കിയപ്പോൾ എവിടെയെല്ലാം നോക്കിയിട്ട് അവർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആള് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത്. മറ്റത്തൂരിലെ ജൈവ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ജൈവ കർഷക ചന്തയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. രാസവളവും രാസകീടനാശിനിയും ഉപയോഗിക്കാതെ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രവർത്തിക്കുന്ന ജൈവ കർഷക വിപണിയിൽ ഉള്ളത്. കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റാണ് ജൈവ കർഷക ചന്തയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വിഷമയമല്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ലഭ്യമാക്കാനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് മറ്റത്തൂരിലെ ജൈവ കർഷകനും റിട്ടയർഡ് DTOയുമായ PV വേലായുധൻ പറഞ്ഞു. മാരകമായ വിഷമാണ് നമ്മൾ നിത്യവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നതാണ് ജൈവ ചന്ത തുടങ്ങുക എന്നുള്ളത്. ഞങ്ങളുടെ അംഗങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ അത് അല്പമുള്ളെങ്കിൽ പോലും എല്ലാ ഞായറാഴ്ചയും 2 മണി മുതൽ ഇത് നടത്തിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ വിജയം അനുസരിച്ച് ആഴ്ചയിൽ 2, 3, 4 എല്ലാ ദിവസമോ നടത്തിക്കൊണ്ടു പോകാനാണ് താല്പര്യം. പലരും അതിന് നല്ല സ്വീകരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ജൈവ കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. ജൈവ കർഷക സമിതിയിലെ അംഗങ്ങൾ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ചന്തയിലെത്തുന്നത്. അംഗങ്ങളല്ലാത്തവർക്കും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ ചന്തയിൽ എത്തിച്ച് ഇതിന്റെ വിലയ്ക്ക് തുല്യമായ തൂക്കത്തിലുള്ള മറ്റ് പച്ചക്കറികൾ കൊണ്ടുപോകാനാകും. തുടക്കമെന്ന നിലയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രമാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഈ ഉദ്യമം വിജയകരമായാൽ ആഴ്ചയിൽ 3-4 ദിവസങ്ങളായി ചന്തയുടെ പ്രവർത്തനം മാറ്റാനും ആലോചനയുണ്ട്. ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് ജൈവ ഉൽപ്പന്നങ്ങൾ തേടി ചന്തയിലെത്തിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യൂണിറ്റുകൾ രൂപവൽക്കരിച്ച് ജൈവ കൃഷിയെ കൂടുതൽ പ്രചാരത്തിലാക്കാനാണ് സമിതിയുടെ തീരുമാനം. TCV ന്യൂസ്, കൊടകര. താന്യം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. 279 പോയിന്റ് നേടി സ്റ്റോൺ ഫെറി ക്ലബ്ബ് കിഴുപ്പുള്ളിക്കര ഓവറോൾ കിരീടം നേടി. 138 പോയിന്റോടെ നിസ് സാംസ്കാരിക വേദി 2ാം സ്ഥാനവും കരസ്ഥമാക്കി.
വരന്തരപ്പള്ളി വേലൂപ്പാടത്ത് റോഡരികിൽ വ്യാപകമായി മാംസാവശിഷ്ടങ്ങളും കാറ്ററിംഗ് മാലിന്യങ്ങളും തള്ളിയ നിലയിൽ. വേലൂപ്പാടം മുള ഗവേഷണ കേന്ദ്രത്തിന് മുൻപിലെ റോഡിന്റെ വശങ്ങളിലാണ് ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമായി മാലിന്യം തള്ളിയിരിക്കുന്നത്. ദുർഗന്ധം വ്യാപകമായതോടെ ഇതുവഴി പോകുന്ന വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണവും ഇവിടെ പെരുകുകയാണ്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ മാലിന്യം തള്ളുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. മഴ പെയ്തതോടെ മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകി. കുട്ടികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കുമ്പോഴും വിഷമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്ക് നൽകണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലെന്ന് ഹെൽത്ത് ആക്ടിവിസ്റ്റും കേരള പരിസ്ഥിതി ഐക്യവേദി കൺവീനറുമായ എസ് ഉഷ പറഞ്ഞു. കേരള ജൈവ കർഷക സമിതി ജില്ലാ കമ്മിറ്റി കിഴക്കേ കോടാലിയിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പയിനിന്റെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ നാടിനാപത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു അവർ. പുനർനിർമ്മാണമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം ബന്ധം, അതിൽ നമുക്ക് ഭൂമിയായിട്ടുള്ള ബന്ധം. ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെട്ടിടം വയ്ക്കാനും റോഡ് വഴിയാനും അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള ഒരു വസ്തുവല്ല. അതൊരു വസ്തുവല്ല, അത് ജീവനുള്ള ഒരു ശരീരമാണ് മണ്ണെന്ന് പറഞ്ഞാൽ. ആ മണ്ണിലാണ് ഭൂമി എന്നത് കേവലം കെട്ടിടങ്ങൾ പണിയാനുള്ള വസ്തു എന്ന കാഴ്ചപ്പാട് മാറ്റി ഭൂമിക്ക് ജീവനുണ്ടെന്നും കൃഷിയിലൂടെ ജൈവ വൈവിധ്യം നിലനിർത്തേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്ന തിരിച്ചറിവുണ്ടാകണമെന്നും അവർ പറഞ്ഞു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ടി എ ശിവരാമൻ, സെക്രട്ടറി എം സി നിഷ, സംസ്ഥാന സെക്രട്ടറി സതീഷ് തുറവൂർ തുടങ്ങിയവരും സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെയും എംപ്ലോയീസ് അസോസിയേഷന്റെയും വക വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ മേളത്തോടെ കാഴ്ചശീവേലി, സന്ധ്യയ്ക്ക് തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വിളക്കെഴുന്നള്ളിപ്പിന് വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാദസ്വരം എന്നിവ അകമ്പടിയായി. വിളക്കാഘോഷത്തിന്റെ 22ാം ദിവസമായ ചൊവ്വാഴ്ച പരുവക്കാട്ട് കുടുംബം വക പുരാതന വിളക്കാണ്. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് താമരയൂർ അനീഷ് നമ്പീശിന്റെ മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ചെർപ്പുളശ്ശേരി അർജുൻ എസ് മാരാർ, അനുനന്ദ് എന്നിവരുടെ ഡബിൾ തായമ്പകയും ഉണ്ടാകും. വ്യാഴാഴ്ച മുതൽ അതിപ്രധാനമായ വിളക്കാഘോഷങ്ങളാണ്. ചാവക്കാട് കടപ്പുറത്ത് 8 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം പുതിയങ്ങാടി സ്വദേശി പണ്ടാരി വീട്ടിൽ അബ്ദുൽ ലത്തീഫിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ കെ വി വിജിത്ത്, പി എസ് അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ കെ ഹംദ, അനീഷ് വി ദാസ്, സുബീഷ്, രജനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗിനായി വീട്ടിലെത്തിയ യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രതി അറസ്റ്റിൽ. ചാവക്കാട് മണത്തല പള്ളിത്താഴം സ്വദേശി തിരുവത്ത് പീഡിയക്കൽ അലിക്കുട്ടിയെ ആണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് പ്രതി അതിക്രമം കാണിച്ചത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, അനിൽകുമാർ പി എസ്, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, ഇ കെ സന്ദീപ്, എങ്ങണ്ടിയൂർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മഴ പെയ്തതോടെ വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമായി. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. തൃശൂർ, പാലക്കാട് ജില്ലകളെയും കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലിശ്ശേരി റോഡ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്ന സ്ഥിതിയാണ്. കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഇതിനിടയിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിന് വേണ്ടി കാന കീറിയത്. കുഴിച്ചെടുത്ത മണ്ണ് റോഡിന് ഇരുവശവും കൂട്ടിയിട്ട് കാനകൾ മൂടുകയും കൂടി ചെയ്തതോടെ നേരിയ തോതിൽ ചാറ്റൽ മഴ പെയ്താൽ പോലും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തും വാർഡ് മെമ്പറും ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ് ആരോപിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി റോഡ് തകർന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം
കുണ്ടും കുഴികളുമായി കിടക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന് ഒട്ടനവധി നിവേദനങ്ങൾ കൊടുത്തുവെങ്കിലും ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, വീണ്ടും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് പൈപ്പിടുന്നതിനു വേണ്ടി കാന കുഴിക്കുകയും ആ കുഴിച്ച കാനയിലെ മണ്ണ് വെള്ളമൊഴുകി പോകുന്ന കാനയിലേക്ക് ഇട്ട് മണ്ണ് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഒട്ടനവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡ്, അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിലിനു വേണ്ടി പോകുന്ന, സാധാരണക്കാർ കാൽനടയായി പോകുന്ന ഈ റോഡ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒട്ടനവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണം ഇടതുപക്ഷത്തിനാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MH നൌഷാദ് അറിയിച്ചു. TCB ന്യൂസ്, എരുമപ്പെട്ടി. താന്യം, കാട്ടൂർ, ചാഴൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന മുനമ്പം ബണ്ടിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആശങ്ക രേഖപ്പെടുത്തി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഫണ്ട് അനുവദിച്ചുവെന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ മറ്റൊന്നും നടക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടാണ്. ഈ വർഷം ബണ്ട് കെട്ടൽ ആരംഭിച്ചെങ്കിലും മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ച മുളയും മറ്റു വസ്തുക്കളും കൊണ്ടാണ് അത് ചെയ്യുന്നതെന്നത് അപകടത്തിന് വഴിവെക്കുമെന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആൻഡ്രോ തുറയൻ, രാമൻ നമ്പൂതിരി, പഞ്ചായത്ത് മെമ്പർ മിനി ജോസ് എന്നിവർ പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി പാവറട്ടി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഹരിതസഭ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, മെമ്പർമാരായ സുബ്രഹ്മണ്യൻ TK, സുനിത രാജു, സരിത രാജീവ്, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വാഗ വട്ടംപാടം ബദരിയ നഗറിൽ ദിഖ്ർ ഹൽഖയുടെ ആണ്ട് നേർച്ച 6, 7, 8 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ദഫ് മത്സരത്തിൽ ജില്ലയിലെ വിവിധ ടീമുകൾ മാറ്റുരയ്ക്കും. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 7-ന് നടക്കുന്ന ആത്മീയ സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സമിതി ഭാരവാഹികളായ ഉമർ അൻവരി വാഗ, AH കബീർ വാഗ, സൈനുദ്ദീൻ RM, അബൂബക്കർ ഹാജി, AM ഖാലിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന RP മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഈ മാസം 5-ന് സംസ്ഥാനതല ചിത്രരചന മത്സരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. RP മൊയ്തുട്ടി ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി റെയിൻബോ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ചിത്രരചന മത്സരത്തിൽ ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെയും അങ്കണവാടികളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കും. അങ്കണവാടി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. രാവിലെ 10 മുതൽ 12 വരെയാണ് മത്സരം. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സിനിമാ കലാസംവിധായകൻ കൃഷ്ണദാസ് കടവനാട് സമ്മാന വിതരണം നിർവഹിക്കും. എരുമപ്പെട്ടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ VS സുമ, EN സതീഷ് ബാബു, VR രാഹുൽ രാജ്, P അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം സബ് ജില്ലാ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ വിജയകിരീടം ചൂടിയ വെള്ളറക്കാട് VS UP സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അറബിക് കലോത്സവത്തിൽ UP ഓവറോളിൽ 1ാം സ്ഥാനവും LP ഓവറോളിൽ 3ാം സ്ഥാനവും അറബിക് മോണോ ആക്ടിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്കൃതോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ 1ാം സ്ഥാനവും മികച്ച നടൻ, മികച്ച നടി എന്നീ പുരസ്കാരങ്ങളും സംസ്കൃത കഥാകഥനത്തിൽ 1ാം സ്ഥാനവും നേടി. മികച്ച നടൻ MA ഐഷാൻ, മികച്ച നടി TR ദേവി, S മുഹമ്മദ് എന്നിവരെയും അധ്യാപകരായ വിജയശ്രീ, ഷബീന പാഹി എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. റാലിക്ക് സ്കൂൾ മാനേജർ PP ഹൈമൻ, പ്രധാനാധ്യാപിക PR വിജയശ്രീ, PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു, MPTA പ്രസിഡന്റ് ശ്രീധന്യ എന്നിവർ നേതൃത്വം നൽകി. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ചിത്രഭംഗി നൽകി പ്രിയ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ജന്മനാട്ടിലെ വിദ്യാലയം. കവിയുടെ പേരിലുള്ള കൊടുങ്ങല്ലൂർ PBM GHS സ്കൂളിലെ ചിത്രകലാ അധ്യാപിക പ്രിയയുടെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത്. ആദ്യ വിദ്യാലയം, മഴമുകിൽ, പെൺകൊടി എന്നീ കവിതകളുടെ ചിത്രാവിഷ്കാരങ്ങളും ഭാസ്കരൻ മാഷിന്റെ തെരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളുടെ വരികളുമാണ് വിദ്യാലയ ചുവരുകൾക്ക് അഴകു പകരുന്നത്. ടീച്ചർ ആദ്യം നമുക്ക് വരയ്ക്കാന്ന് പറഞ്ഞ് ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന് പറഞ്ഞ കവിത നമ്മുടെ സ്കൂളിൽ
വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യം. എന്നിട്ട് ഞാൻ കവിതയിലുള്ളതെല്ലാം എഴുതിയെടുത്ത് ഞങ്ങൾക്ക് അതിലുള്ളതെല്ലാം വരച്ച് ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരച്ചു തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റും. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ പങ്കാളികളായത്. പി ഭാസ്കരൻ എന്ന കൊടുങ്ങല്ലൂരിന്റെ അഭിമാനത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചിത്രകലാ അധ്യാപികയായ പ്രിയ പറഞ്ഞു. കുട്ടികൾക്ക് ആദ്യം മാസ്റ്റർ കവിതകളെ പരിചയപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് അവർ ചിത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു. ആ ചിത്രങ്ങളെ അവർ ഒരു ചുമരിൻ്റെ ഒരു പ്രതലം കൊടുത്തിട്ട് അതിലേക്ക് അവർ വരയ്ക്കുക ചെയ്തത്. ചിത്രങ്ങളെല്ലാം അവരുടെ ഇമാജിനേഷനിൽ നിന്ന് തന്നെ എടുത്തതാണ്. വരകളും വരികളും കൂടി ആയിരുന്നു ഈ 3 ചുമരുകളും ചെയ്തത്. ഒരു ചുമരിലാണെങ്കിൽ കുട്ടികൾ മാസ്റ്റർ പാട്ടുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വരകൾ കുറച്ചിട്ട് വരികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തത്. ഈ അധ്യയന വർഷത്തിലേക്ക് SCERT തയ്യാറാക്കിയ 5ാം ക്ലാസ്സിലെ ചിത്രകലാ പഠന പുസ്തകത്തിന്റെ മുഖചിത്രം തയ്യാറാക്കിയത് പ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി GMR സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. TC വിനോസ്, കൊടുങ്ങല്ലൂർ. ക്രിസ്തുമസിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കരുവന്നൂർ സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ച 75 അടി ഉയരമുള്ള നക്ഷത്രം ശ്രദ്ധേയമായി. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നക്ഷത്രത്തിന്റെ സ്വിച്ച് ഓൺ ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ നിർവഹിച്ചു. ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരാണ് മെഗാസ്റ്റാർ ഒരുക്കിയത്. 25 ദിവസമെടുത്താണ് ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയത്. ഡയറക്ടർ ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി റാഫേൽ പെരുമ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. നെന്മണിക്കര പഞ്ചായത്തിന്റെ കലാകായികമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദ്വിതിക, വനിതാ ശിശുവികസന ജില്ലാ ഓഫീസർ P മീര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അന്നമനട എടയാറ്റൂർ സ്വദേശിനി സുമതി B നായർ അർഹയായി. ഈ മാസം 10-ന് ഒഡീഷയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 1,00,000 ലക്ഷം രൂപയും ആചാര്യ പദവി അംഗീകാരത്തോടെയുള്ള സാക്ഷ്യപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. സിന്ധു ദിലീപ്, ശ്രീകല രാധാകൃഷ്ണൻ, ജലജ ദിലീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനം അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അരിമ്പൂർ 3-ാം വാർഡ് അംഗം PA ജോസ് വിദ്യാർത്ഥികളെ റെഡ് റിബൺ അണിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. 2-ാം വാർഡ് അംഗം CP പോൾ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജുഷ വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ശങ്കർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TJ പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ സെയിന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന തീരദേശ ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് ഫാദർ ജോസ് പുതിയേടത്ത്, ബ്രദർ എൽവിസ് കോട്ടൂരാൻ, സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ തീരദേശ ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകി. പൊയ്യ പഞ്ചായത്ത് പരിധിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിയത് മാള ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മോഷണം പോയ മാലിന്യമാണെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയിൽ മാള പോലീസ് കേസെടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്ന് SI KK സുരീനി പറഞ്ഞു. ആശുപത്രിയിൽ ഉപയോഗിച്ച ശേഷമുള്ള സാധനങ്ങളാണ് തള്ളിയിരുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യം തള്ളിയ സംഭവത്തിൽ 10,000 രൂപ പിഴയടയ്ക്കാൻ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ട് പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,075 രൂപ, പവന് 56,600 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ശക്തമായ മഴയിൽ വെങ്കിടങ്ങിൽ 10ഓളം കടകളിൽ വെള്ളം കയറി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരക്കൊമ്പ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്ക്. ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനകൾ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർത്തു. അയ്യർപ്പാടി എസ്റ്റേറ്റിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. 18 വേദികളിലായാണ് മത്സരങ്ങൾ. കലോത്സവം TCVയിൽ തത്സമയം. വരന്തരപ്പള്ളി പൗണ്ടിൽ ബേക്കറി അടിച്ചു തകർത്ത മധ്യവയസ്കനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിങ്ങപ്പാടം സ്വദേശി ജോയിയാണ് അറസ്റ്റിലായത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ ഒരു വിഭാഗം താൽക്കാലിക അധ്യാപകർ പണിമുടക്കി. പിരിച്ചുവിടൽ റദ്ദാക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതിനാലായിരുന്നു പണിമുടക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.